തൃശൂരിൽ പുതുവർഷ രാത്രിയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ 14-കാരൻ കസ്റ്റഡിയിൽ. ഒപ്പമുണ്ടായിരുന്ന 16-കാരനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. യുവാവിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി 14-കാരൻ്റേത് തന്നെയെന്ന് പോലീസ് പറയുന്നു. ഈ കത്തി കയ്യിൽ കരുതിയാണ് വിദ്യാർത്ഥി നടന്നിരുന്നത്. ഒരിക്കൽ സഹപാഠിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിന് 14-കാരനെ നേരത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. തൃശൂർ പാലിയം റോഡ് സ്വദേശി ലിവിൻ ആണ് പുതുവർഷ രാത്രിയിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 14ഉം 16ഉം വയസ്സുള്ള 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമകളാണോ എന്ന് പരിശോധിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളായ വിദ്യാർത്ഥികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ 2 പ്രതികളുടെയും വൈദ്യപരിശോധന നടത്തി. പെൺകുട്ടികളുമായി വന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പാലിയം റോഡ് സ്വദേശി ലിവിൻ ഡേവിസിനെ 14-കാരൻ കൊലപ്പെടുത്തിയത്. പ്രതികൾക്ക് മുൻപും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. മോഷണക്കേസിൽ ഇരുവരും പിടിയിലായിട്ടുണ്ടെന്നുമാണ് സൂചനകൾ. അന്ന് പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. ഇന്നലെ രാത്രിയാണ് കൊലപാതകം നടന്നത്. തൃശൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ തേക്കിൻകാട് മൈതാനിയിൽ ഇരിക്കുകയായിരുന്ന കുട്ടികളുമായി ലിവിൻ തർക്കത്തിൽ ഏർപ്പെട്ടു. 2 പെൺകുട്ടികൾക്കൊപ്പം എത്തിയത് ലിവിൻ ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.